ഹലോ. ആ പിന്നെ ഇത് ഈ എനിക്ക് അയച്ചെന്ന ക്വസ്റ്റ്യന് ഞാൻ നെറ്റിൽ നോക്കിയപ്പം അതേ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ കണ്ടതാണിത്. ഉം. അപ്പൊ ഈ അയച്ച ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എവിടെ വരുന്നതെന്ന് വെച്ചാല് ഇതിലാണ്. സ്റ്റോൺസ് ആർ പ്ലേസ്ഡ് വൺ ബൈ വൺ എന്ന് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മറ്റേ ക്വസ്റ്റ്യനിൽ അത് പറയണില്ല. വൺ ബൈ വൺ ആണ് പ്ലേസ് ചെയ്തത് എന്നല്ല പറയുന്നത്. സ്റ്റോൺസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതില് പക്ഷെ രണ്ടിന്റെ സൊല്യൂഷൻ നോക്കിയ സമയത്ത് രണ്ടിന്റെ സൊല്യൂഷൻ സെയിം ആണ്. ഏഹ് അപ്പോ അങ്ങനെ സെയിം ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നത് മറ്റേ ക്വസ്റ്റ്യന് തെറ്റായിരിക്കുന്നു. കാരണം ഇതിപ്പോ ഇത് വേറെ എടോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കോപ്പി ചെയ്ത സമയത്ത് വന്നുപോയ തെറ്റായിരിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും ഈ ക്വസ്റ്റ്യൻ്റെത് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ലെറ്റ് ദർ ബി ഓഡ് നമ്പർ ഓഫ് സ്റ്റോൺസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോൺസ് എന്താണ്? ഓഡാണ്. പ്ലേസ്ഡ് വൺ ബൈ വൺ, ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ? അറ്റ് ആൻ ഇന്റർവെൽ ഓഫ് 10 meters. അല്ലെ, ഒരു സ്റ്റോൺ വെച്ച് പിന്നെ ഒരു 10 മീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോൺ വെച്ച് പിന്നെ ഒരു 10 മീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോൺ വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓൾ ദ സ്റ്റോൺ ഹാസ് ടു ബി അസംബിൾഡ് അറ്റ് ദ മിഡിൽ സ്റ്റോൺ. ഇതിങ്ങനെ വെച്ചതിൽ ഏറ്റവും നടുവിലുള്ള ഒരു സ്റ്റോൺ ഉണ്ട്, അവിടേക്ക് എന്താക്കണം? ബാക്കിയുള്ള സ്റ്റോണുകളൊക്കെ കൊണ്ടുവരണം. അതാണ് പറഞ്ഞത്. എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫ്രം വൺ എൻഡ് ആൻഡ് ക്യാൻ ഓൺലി ക്യാരി വൺ സ്റ്റോൺ അറ്റ് എ ടൈം. എന്ന് വെച്ചാല് ഒരാള് എറ്റ് എൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അവിടുത്തെ ആ സ്റ്റോൺ പിക്ക് ചെയ്തിട്ട് അയാൾ ഇങ്ങോട്ട് കൊണ്ടുപോയി വെക്കുക. അയാൾക്ക് ഒരു സ്റ്റോണേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ എടുത്ത സ്റ്റോൺ അവിടെ കൊണ്ടുപോയി വെക്കാനേ പറ്റുള്ളൂ. പോണ വഴിക്ക് വേറെ ഒന്നും എടുത്തിട്ട് പോകാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഇഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പേഴ്സൺ ഇസ് 3 kilometer ഇൻ ദിസ് ജോബ് ദെൻ ദ നമ്പർ ഓഫ് സ്റ്റോൺസ് ഇസ്. അപ്പൊ ഇയാൾ എങ്ങനെ പോവാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വന്ന് ഇതെടുക്കും, പിന്നെ ഇങ്ങോട്ട് വന്ന് ഇതെടുക്കും, പിന്നെ ഇങ്ങോട്ട് വന്ന് ഇതെടുക്കും, അതുപോലെ ഇങ്ങോട്ട് പോയി ഇതെടുക്കും, ഇത് പോയി എടുക്കും, ഇത് പോയി എടുക്കും. എന്നിട്ട് അയാൾ ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 3000 meter ആണ്. ഓർ 3 kilometers. അപ്പം എത്ര സ്റ്റോൺ ടോട്ടൽ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഓക്കെ. അപ്പൊ നമ്മള് ഏഹ്, രണ്ട് രീതിയിൽ ചെയ്യാം. ഞാന് ഒരു മെത്തേഡ് പറഞ്ഞുതരാം, അതിലൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നുവെച്ചാൽ ഇയാൾ സെൻട്രലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കാം. സെൻട്രലായിരുന്നെങ്കിൽ ഇയാൾക്ക് ആദ്യത്തെ സ്റ്റോൺ എടുക്കാൻ എത്ര ദൂരം പോകണം? 20 മീറ്റർ പോകണം. കാരണം എന്താ? ഒരു 10 മീറ്റർ അങ്ങോട്ട് നടന്ന് പിന്നെ ഒരു 10 മീറ്റർ തിരിച്ച് നടന്ന്, അപ്പൊ 20 മീറ്റർ പോകണം. ഉം. രണ്ടാമത്തെ സ്റ്റോൺ എടുക്കാൻ എത്ര പോണം? ഒരു 20 മീറ്റർ അങ്ങോട്ട് നടന്ന് പിന്നെ 20 മീറ്റർ തിരിച്ച് നടക്കണം, അല്ലെ? അപ്പം 40 meters. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോൺസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ഓഡ് നമ്പർ ഓഫ് സ്റ്റോൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഓഡ് നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2n+1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. n എന്താണ്? n ഒരു ഇന്റീജർ ഓർ n ഒരു നാച്ചുറൽ നമ്പർ, പോസിറ്റീവ് ഇന്റീജർ, അല്ലെ? അപ്പൊ ഒരു ഓഡ് നമ്പറിനെ നമുക്ക് 2n+1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ടോട്ടൽ 2n+1 സ്റ്റോൺസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മള് നടുവിലാണ് നിൽക്കുന്നെങ്കിൽ നമ്മളെ എടുത്തൊരു സ്റ്റോൺ ഉണ്ടാവും, അല്ലെ? പിന്നെ ബാക്കി എത്ര സ്റ്റോൺ ഉള്ളത്? ഒരു സ്റ്റോൺ ഇതിന്ന് പോയാൽ ബാക്കി 2n സ്റ്റോൺസ് ഉണ്ടാവണം, അല്ലെ? അപ്പൊ ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഭാഗത്തും n സ്റ്റോൺസ് ഉണ്ടാവും, ഈ ഭാഗത്തും n സ്റ്റോൺസ് ഉണ്ടാവും. നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു സ്റ്റോണും. അപ്പൊ ടോട്ടൽ 2n+1 സ്റ്റോൺസ്. അതിൽ ഒരു ഭാഗത്തേക്കുള്ള മാത്രമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റോൺ എടുത്ത് ഇങ്ങോട്ട് തന്നെ വരാൻ 20 മീറ്റർ, രണ്ടാമത്തെ സ്റ്റോൺ എടുക്കാൻ പോകാൻ 20, തിരിച്ചു വരാൻ 20, അപ്പൊ ടോട്ടൽ 40. അങ്ങനെ nth സ്റ്റോൺ എടുക്കാൻ പോവാൻ എത്ര വരും? 10n meters അങ്ങോട്ട് നടക്കണം, പിന്നെ 10n meters തിരിച്ചു നടക്കണം, അപ്പൊ ടോട്ടൽ 20n. അപ്പൊ ഇയാൾ രണ്ട് ഭാഗത്തും കൂടി എടുക്കാൻ എത്ര എടുക്കണം? 20+40+20n. അത് ഇങ്ങനെ 20n വരെ കൂട്ടുക. അത് ഒരു ഭാഗത്തേക്കുള്ളത്. അപ്പൊ രണ്ട് ഭാഗത്തേക്കും കൂടി ഉള്ളതാകുമ്പോൾ *2 ചെയ്യണം. ഓക്കെ. അപ്പൊ *2 ചെയ്ത് ഇതിൽ ഞാൻ 20 കോമൺ പുറത്തേക്ക് എടുത്ത്, അപ്പൊ എങ്ങനെ വരും? 40 × 1+2+3+ അങ്ങനെ n വരെ ഉണ്ടാവും. ഓക്കെ. 1+2+3+ അങ്ങനെ n വരെ സം എന്താ? n × n+1/2. ഓക്കെ. അപ്പൊ അത് ഇവിടെ എഴുതിയാൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും? 20n × n+1 കിട്ടും. പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ നടുവെന്നല്ല തുടങ്ങിയത്. നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? നമ്മള് ഒരു എൻഡ് നിന്നാണ് തുടങ്ങിയത്. അപ്പൊ ആ എൻഡ് നിന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നടുവിൽ പോയിട്ട് ഉള്ള കാൽക്കുലേഷൻ ആണ് ചെയ്തത് ബാക്കി, അല്ലെ?
ഇപ്പൊ എൻഡ് എന്ന് തുടങ്ങിയ ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി? നടുവിലേക്ക് പോണ സമയത്ത് ആ എൻഡിലത്തെ ആ സ്റ്റോണും എടുത്തായിട്ട് നടന്നാൽ പോരെ. എൻഡിലത്തെ സ്റ്റോണും എടുത്ത് നടക്കുന്ന സമയത്ത് അയാൾ എത്ര 10n ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നടുവെന്നുള്ള കാൽക്കുലേഷൻ ചെയ്ത സമയത്ത് ഇയാൾ ഈ എൻഡിലത്തെ സ്റ്റോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10n അങ്ങോട്ടും ഒരു 10n ഇങ്ങോട്ടും നടന്നതായി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അങ്ങോട്ട് നടന്നത് എന്താക്കേണ്ട കാര്യമില്ല, എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങോട്ട് മാത്രമേ അയാൾ നടക്കുന്നുള്ളൂ. പിന്നെ ഒന്ന് അങ്ങോട്ട് നടക്കേണ്ട ആവശ്യം അയാൾക്ക് വരുന്നില്ല. കാരണം അയാൾ തുടങ്ങിയത് തന്നെ എവിടുന്നാണ്? ഒരു എൻഡിൽ നിന്നാണ് അയാൾ തുടങ്ങിയത്. അപ്പൊ നമുക്ക് കിട്ടിയ ടോട്ടൽ സാധനത്തിൽ നിന്ന് എന്താക്കണം? ഒരു 10n റെഡ്യൂസ് ചെയ്യാം. അയാൾ എൻഡിൽ നിന്ന് തുടങ്ങിയതാകാം. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 20n² പ്ലസ് 10n എന്ന് വരും. അതെന്തോട് സെയിം ആണ്? 3000 സെയിം ആണ്. അപ്പൊ 20n² പ്ലസ് 10n ഈക്വൽ ടു 3000. ഇത് ഇയാൾ ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അത് 3000 മീറ്റർ എന്ന് തന്നിട്ടുണ്ടല്ലോ. അയാൾ ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് n-12 ഇൻറ്റു 2n പ്ലസ് 25 എന്ന് കിട്ടും. ഈ 2n പ്ലസ് 25 ഈക്വൽ ടു 0 ആവണമെങ്കിൽ n ഈക്വൽ ടു എത്ര ആവണം? 12.25/2 ആവണ്ടേ? n ഈക്വൽ ടു -25/2 ആവണം. അത് എന്താ നെഗറ്റീവ് നമ്പർ വരില്ല എന്ന് അറിയാം, പിന്നെ ഫ്രാക്ഷൻ വരില്ല എന്ന് അറിയാം. അപ്പൊ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ n ഈക്വൽ ടു 12 വരുള്ളൂ. അതില് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോൺസ് ആണ് ചോദിച്ചത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോൺസ് 2n പ്ലസ് 1 ആണ്. അപ്പൊ അതെന്ത് കിട്ടും? 25 കിട്ടും. ഇനി ഞാൻ പറഞ്ഞ വേറൊരു മെത്തേഡിൽ സോൾവ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. സെയിം കൺസെപ്റ്റ് തന്നെ. അത് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ഇതേപോലെ ആ ലൈൻ ഉണ്ട്, മിഡിലായിട്ട് ഒരു സ്റ്റോൺ ഉണ്ട്. അങ്ങനെ nth സ്റ്റോൺ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരു സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 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 ഇവിടെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഒരു nth സ്റ്റോൺ ഇവിടെയുണ്ട്. n സ്റ്റോൺസ് ഇവിടെയുണ്ട്. ഇതൊഴികെ വേറൊരു n സ്റ്റോൺസ് ഇവിടെ ഉണ്ട്. ഇതില് നമ്മള് നേരത്തെ കാൽക്കുലേഷന് പകരം ഇവിടെ 2n-1 മാത്രം കൺസിഡർ ചെയ്യുന്നു. കാരണം ഈ nth സാധനം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്നൊരു 10n ഡിസ്റ്റൻസ് ഉണ്ട്. 10n ഡിസ്റ്റൻസ് നമ്മൾ നടന്നിട്ട് ആ nth സ്റ്റോണിനെ നമ്മൾ അവിടെ വെച്ച്. ബാക്കി എത്ര ഉണ്ട്? ബാക്കി നടുവിലൊരു സ്റ്റോണ്, ഇവിടെ n സ്റ്റോൺസും ഇവിടെ n-1 സ്റ്റോൺസും ഉണ്ട്. അപ്പൊ ഈ n സ്റ്റോൺസിനെ ഞാൻ ഇവിടെ ഉള്ളതിനെ ഞാൻ എങ്ങനെ എഴുതി? n-1 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇവിടെ നമ്മൾ മറ്റേ സ്റ്റോൺ ഇവിടെ എടുത്ത് ആദ്യം കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പൊ നമ്മൾ നടക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത മാതിരി ഈ 10 പ്ലസ് 20 പ്ലസ് 10 അല്ലല്ലേ, നമ്മള് ആദ്യത്തെ സ്റ്റോൺ എടുക്കാൻ പോകാന് 10 തിരിച്ചു വരാനൊരു 10. അപ്പൊ 20 പ്ലസ് രണ്ടാമത്തേന് എത്ര എടുക്കണം? 20യും 20യും തിരിച്ചു നടക്കണം. അപ്പൊ 40 പ്ലസ് അങ്ങനെ അങ്ങനെ പോയിട്ട് നേരത്തെ നമ്മൾ എത്രയായിരുന്നു എഴുതിയത്? 20n എഴുതിയിരുന്നു. അത് n സ്റ്റോൺ ഉള്ളപ്പോഴായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം n-1 സ്റ്റോണേ ഉള്ളൂ. അപ്പോ 20 ഇൻറ്റു n-1 അല്ലേ? അത് രണ്ട് ഭാഗത്തേക്കും കൂടി ഉണ്ട്. രണ്ട് ഭാഗത്തും n-1 ഉണ്ട്. അപ്പൊ നമ്മൾ ഇൻറ്റു 2 ചെയ്തു. പിന്നെ ഈ nth സ്റ്റോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പോവണ്ടേ? അതെടുക്കും പോയി തിരിച്ചു വരുന്ന സമയത്ത് എത്ര ആവും? ഒരു 10n അങ്ങോട്ടും ഒരു 10n തിരിച്ചും. അപ്പൊ ഒരു 20n കൂടി ഉണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ നിന്ന് അങ്ങോട്ട് നടന്ന ഒരു 10n കൂടി ഉണ്ടല്ലോ, അതും കൂടി വരുമ്പോൾ ഒരു 10n കൂടി വരും. അപ്പോ ഇതിന്നൊരു 20 കോമൺ പുറത്തെടുത്താൽ എന്ത് കിട്ടും? 40 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് അങ്ങനെ n-1 വരെ പ്ലസ് 30n. അതെന്താണ്? 40 ഇൻറ്റു n/2 ഇൻറ്റു n-1 പ്ലസ് 30n. അത് ചെയ്യുമ്പോൾ എന്തെന്നാ കിട്ടുക? 20n² പ്ലസ് 10n തന്നെ കിട്ടും. ഓക്കെ.